ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. 355 കിലോമീറ്റർ വീതിയും 1600 അടി താഴ്ചയുമുള്ളതായ ചെങ്കടൽ, റെഡ് സീ, അതിലൂടെ വലിയൊരു ഹൈവേ ഉണ്ടാക്കി 600,000 വരുന്ന ഇസ്രായേൽ ജനത്തെ ഉണങ്ങിയ നിലത്തുകൂടി നടത്തി അത്ഭുതം പ്രവർത്തിച്ച, അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കിയ ജീവനുള്ള ദൈവം, ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടി നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മുതലായി നിന്നു. ഇത് സംഭവിച്ചൊരു കാര്യമാണ്. നമുക്കറിയാം, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം അടിമനുകം വിടർത്തി പുറപ്പെട്ടു പോന്നു. അതിന് ദൈവം കരങ്ങൾ ഉപയോഗിച്ചത് മോശയെയാണ്. 10 അത്ഭുതങ്ങൾ ചെയ്തു ദൈവം. അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ ഫറവോൻ മിസ്രൈമിൽ നിന്ന് വിട്ടത്. ഇസ്രായേൽ ജനം മുന്നോട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു. അതേ നാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വരാം. തടസ്സങ്ങൾ കണ്ട് നിങ്ങളാരും ഭയപ്പെടരുത്. ഇസ്രായേൽ ജനം മുന്നോട്ട് നോക്കുമ്പോൾ വലിയ ചെങ്കടൽ, എന്നാൽ പിന്നോട്ട് പോയി കളയാമെന്ന് കരുതി അവർ നോക്കുമ്പോൾ ഇതാ ഫറവോനും തൻ്റെ സൈന്യവും കുതിരകളും രഥങ്ങളുമായി പിന്നാലെ വരുന്നു. എന്തിന്? പുറപ്പെട്ടു പോകുന്ന അടിമനുകം വിടർത്തി പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ടു പോകാൻ. അതേ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കൽ പിശാചിനോട് യാത്ര പറഞ്ഞ് നാം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും പൈശാചിയൻ എങ്ങനെയും നമ്മെ പിന്നിലേക്ക് വലിക്കാൻ നോക്കും. തീർച്ചയായിട്ടും നോക്കും. ആത്മീയജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. നാം പിശാചിനോട് യാത്ര പറഞ്ഞു, അതുകൊണ്ട് ഇനി പിശാച് നമ്മെ ഒരിക്കലും ആക്രമിക്കുകയില്ല, നമ്മുടെ പിന്നാലെ വരികയില്ല എന്ന് നാം ചിന്തിക്കരുത്. പിശാചിന് നമ്മോട് വൈരാഗ്യമുണ്ട്. പിശാച് വരും. ഫറവോൻ 10 അത്ഭുതങ്ങൾ കണ്ട് തൻ്റെ ആദ്യജാതനുൾപ്പെടെ മിസ്രൈമിലുള്ള സകല കടിഞ്ഞൂലുകളും, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പക്ഷികളുടെയും എല്ലാം കടിഞ്ഞൂലുകൾ നഷ്ടപ്പെട്ട്, എന്നാൽ തത്സമയം കുഞ്ഞാൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള കുടുംബങ്ങളിൽ, ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ അവരിൽ സംഹാരം നടക്കാതെ, അവരിൽ ഒരുത്തൻ പോലും മരിച്ചു പോകാതെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് നേരിട്ട് കണ്ടതാണ്. അതുകൂടാതെ 9 അത്ഭുതങ്ങൾ കണ്ടതാണ്. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ മരുഭൂമിയിൽ പോയി നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊള്ളുവീനെന്ന്. അങ്ങനെ വിട്ടയച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ ഹൃദയം കഠിനമായി. വിട്ടുപോയ ഇസ്രായേലിനെ പിടിക്കാൻ പുറപ്പെട്ടു വന്നു. ജനം നോക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ നോക്കുമ്പോൾ പിറകിൽ ഫറവോൻ്റെ സൈന്യം, എന്നാൽ മുന്നോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ചെങ്കടൽ. ഇങ്ങനെയുള്ള അനുഭവത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടോ? മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കും പോകാൻ കഴിയാതെ, പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും കിട്ടാതെ വലഞ്ഞു കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കിട്ടും? കർത്താവേ, എങ്ങനെ നാളെ മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കും? മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഒന്നും തികയുന്നില്ലല്ലോ, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? എങ്ങനെ എൻ്റെ ഫിനാൻസ് ഒന്ന് മാനേജ് ചെയ്യും? എങ്ങനെ എനിക്കെന്ന് എൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്യാൻ കഴിയും? ഇന്നലെ രാത്രി 6-7 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പേടിയാണ്, ഞാൻ സമാധാനത്തോടെ ഉറങ്ങാൻ എനിക്ക് പേടിയാണ്, ഞാൻ രാത്രി കിടന്ന് ദുസ്വപ്നങ്ങൾ കാണുന്നു, പ്രേതം വരുന്നത് കാണുന്നു, കള്ളന്മാർ വന്ന് തലയ്ക്കടിക്കുന്നത് ഞാൻ കാണുന്നു, ഞെട്ടി ഉണരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു കൊച്ചുകുട്ടി പറഞ്ഞതാണ്. ഞാനും എൻ്റെ പ്രിയ ഭാര്യയും ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ആ കുഞ്ഞിനെ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു. ആ കുഞ്ഞ് ആവേശത്തോടെ, ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ കുഞ്ഞ് ആവേശത്തോടെ ഏറ്റുപറഞ്ഞു. ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ആ കുട്ടി ഉണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് വളരെ ബന്ധമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഏതാണ്ടൊരു 7 മണിയോടുകൂടിയാണ് ആ കുട്ടി എഴുന്നേറ്റത്. എഴുന്നേറ്റ് വന്ന വഴി ഞാൻ ചോദിച്ചു, ഉറങ്ങിയോ? നന്നായി ഉറങ്ങി അങ്കിളേ എന്ന് പറഞ്ഞു. നന്നായിട്ട് ഉറങ്ങി, രാത്രി മുഴുവൻ നന്നായിട്ട് ഉറങ്ങി, മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങിയെന്ന്. ഞാൻ സന്തോഷത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. കൊച്ചുകുട്ടികൾക്ക് പോലും ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമില്ല. ആ കുഞ്ഞ് പറഞ്ഞ വാക്കിതാണ്, മനസ്സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ കുഞ്ഞ് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് ആ കുഞ്ഞിൻ്റെ മുഖം പ്രസന്നമാണ്. അതെ, ഉറക്കം തരുന്നൊരു യേശുവുണ്ട്, ഭീതി മാറ്റുന്നൊരു യേശുവുണ്ട്. യേശുവിന് വേണ്ടി ജീവിതം വരച്ചാൽ ലഭിക്കുന്ന അനുഭവം അതാണ്. ആ കുഞ്ഞ് അതിനറിയാവുന്നതുപോലെ യേശുവിന് വേണ്ടി ഇന്നലെ രാത്രി ജീവിതം വേർതിരിച്ചു. സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുന്നൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളിൽ പോലും പ്രവർത്തിക്കുന്നു, യൗവനക്കാരിൽ പ്രവർത്തിക്കുന്നു, വലിയവരിൽ പ്രവർത്തിക്കുന്നു. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൗവനക്കാരൻ എന്നെ വിളിച്ചു, സാറേ, ഞാൻ ഉറങ്ങിയിട്ട് ആഴ്ചകളായി, ഞാൻ മനോരോഗിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഉടനെ പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങും. എൻ്റെ കഴിവുകൊണ്ടല്ല, എനിക്കറിയാം എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ തന്ന ഒരു ദൂതാണത്. എനിക്ക് ഉറപ്പായിരുന്നു ആ മനുഷ്യൻ ഉറങ്ങുമെന്ന്. അന്ന് ഏതാണ്ട് 11 മണിയോടെ അടുത്ത് രാത്രിയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അതിനുശേഷം ഫോണിലൂടെ, അദ്ദേഹം ഒരു വിദേശരാജ്യത്താണ് വിളിച്ചത്, ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവനെ അനുഗ്രഹിച്ചു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നുള്ള 4-ാം സങ്കീർത്തനത്തിലെ വാക്യം ഞാൻ അവനൊരു ദൂതായി പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഓർത്തു, തലേ ദിവസം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മനോരോഗിയായി പോയി കാണുമോ? എൻ്റെ കർത്താവേ, ഞാനങ്ങനെ സംശയിച്ചൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ചിരി കേട്ടപ്പോൾ ചിരി നിർത്താതെ ചിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാറേ, ഇന്നലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കിടന്നിട്ട് ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചതെന്ന്. അദ്ദേഹം രാത്രി 11-11:30 കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ കിടന്നുറങ്ങി. 2 ആഴ്ച പോലും ഉറങ്ങാത്ത മനുഷ്യൻ കിടന്നുറങ്ങി. ആരാ ഉറക്കിയത്? മനുഷ്യരല്ല ഉറക്കിയത്, എൻ്റെ യേശുവാണ് ആ മനുഷ്യനെ ഉറക്കിയതെന്ന് എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. യേശു പ്രവർത്തിക്കുന്നുണ്ട് പ്രിയരെ. ഈ 21-ാം നൂറ്റാണ്ടിൽ യേശു പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളിലും യൗവനക്കാരിലും മാതാപിതാക്കളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കടൽ വിഭാഗിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി 1600 അടി താഴ്ചയുള്ള 355 കിലോമീറ്റർ വിട്ടുള്ള വീതിയുള്ള ചെങ്കടലിൻ്റെ നടുവിലൂടെ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. നിങ്ങൾ ചിന്തിക്കുക, വർഷങ്ങളായി വെള്ളം കിടന്ന ഒരു കടലിൻ്റെ അടിയിൽ ചെളിയും ചേറും കിടക്കും. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു, ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി എന്ന്. ദൈവം വെള്ളം വറ്റിക്കുക മാത്രമല്ല, നടക്കാൻ പാകത്തിന് വഴിയൊരുക്കി. ഞാൻ നിങ്ങളോട് ആത്മാവിലൊരു ദൂത് പറയാം. മോനെ, നിൻ്റെ കടം മാറ്റുക മാത്രമല്ല, അനേകർക്ക് വായ്പ കൊടുക്കാൻ ദൈവം നിൻ്റെ കയ്യിൽ തരും. ഹല്ലേലൂയ. മോനെ, നിനക്കൊരു ഭവനം തരിക മാത്രമല്ല, അനേകർക്ക് ഭവനം പണിയാൻ നീ കൈത്താങ്ങൽ കൊടുക്കുന്നവനായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു സ്വർഗീയ ദൂതാണ്. നിങ്ങൾക്ക് കർത്താവ് തരുന്ന സന്ദേശമാണ്. മോനെ, നീ ഇന്ന് ഭയപ്പെട്ടിരിക്കുന്നു, നീ അനേകരെ ആശ്വസിപ്പിക്കുന്ന, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ നിനക്ക് ശിഷ്യന്മാരെ നാവ് കർത്താവ് തരും. കർത്താവിനെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ശുശ്രൂഷയുണ്ടോ, എൻ്റെ ശുശ്രൂഷ തീർന്നു പോയല്ലോ എന്നോർത്തിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? മോനെ, നിന്നെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കും. നീ സ്റ്റേജിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സദസ്സിൽ ചലനം നടക്കും, ആത്മാവിൻ്റെ ചലനം. കർത്താവിന് സ്തോത്രം. അസാധ്യമല്ല, അസാധ്യമല്ല. ഇന്ന് പാപത്തിന്മേൽ ജയം കിട്ടാതെ ഏതെല്ലാം പാപത്തിൽ വീണും തകർന്നും തരിപ്പണമായി കിടക്കുന്ന യൗവനക്കാരോട് ഞാനൊരു കാര്യം പറയാം. ജയത്തിൻ്റെ സാക്ഷ്യം പറയാൻ മോനെ, എന്നിട്ട് നാവിൽ കർത്താവ് സാക്ഷ്യവചനം എഴുത്തരും. സദസ്സിൽ കയറി ഒരു വാക്കുപോലും പറയാൻ കെൽപ്പില്ലാതെ സഭാകമ്പമുള്ള പ്രിയ മകനെ, മകളെ, നിന്നെ അനേകാര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നിർത്തും. ഇതെല്ലാം കേവലം ഒരു മനുഷ്യൻ പറയുന്നൊരു നിസ്സാര വാക്കായിട്ട് എടുത്താൽ അതൊന്നും സംഭവിക്കില്ല. പക്ഷേ ഈ ദൂതായി തന്നെ ഏറ്റെടുക്കുക, സംഭവിക്കും. ഞാനിത് പറയുന്ന അനുഭവങ്ങളിൽ നിന്നാണ്. ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ളവരും കൈനീട്ടിയവനാണ് ഞാൻ. എന്തിനു പറയണം? കുത്തരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം കുടിക്കാൻ ബാല്യകാലത്ത് കൊതിച്ചവനാണ് ഞാൻ. കുത്തരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം. എത്രയോ വീടുകളിൽ അടുക്കളവാതിൽക്കൽ ചെന്നിട്ട്, എന്തിനാ അടുക്കളവാതിൽക്കൽ പോയത്? ഒരു വീടിൻ്റെ മുൻവശത്ത് ചെന്ന് നിൽക്കാൻ യോഗ്യതയില്ല എന്നുള്ള ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നതുകൊണ്ട് അടുക്കളവാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാമെന്ന് ചോദിച്ചവനാണ് ഞാൻ എൻ്റെ ബാല്യകാലത്ത്. ആ നല്ലവരായ ആളുകൾ കഞ്ഞിവെള്ളത്തിന് കൂടെ ഒരല്പം പറ്റിട്ട് തരുമ്പോൾ അത് ആർത്തിയോട് വലിച്ചു കുടിച്ച് കൊതിമാറി കഴിഞ്ഞവനാണ് ഞാൻ. എന്നാൽ ഇന്ന് കാര്യമായിട്ട് കഴിക്കാൻ ഭക്ഷണം വേണ്ട. ഞാൻ ഒരു ദിവസം ഒരു അരത്തവി ചോറുണ്ണു, ബാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും. വേണ്ട. കർത്താവിന് തൃപ്തിയാണ്.
ആരാണ് ഇത് മാറ്റി തന്നത്? സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരൻ നേതൃത്വം കൊടുത്ത് നടക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ഡെൻകെയർ എന്ന സ്ഥാപനം. അവിടെ ഞങ്ങൾ 3 സഹോദരങ്ങളും ബാല്യകാലത്ത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവരാണ്. എന്നാൽ ഇന്ന് ആ സ്ഥാപനത്തിൽ 4500 പേര് ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ 6 രാജ്യങ്ങളിൽ ആ കമ്പനിക്ക് ബ്രാഞ്ചുകളുണ്ട്, അമേരിക്ക, യൂറോപ്പും ഉൾപ്പെടെ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അതിന് ബ്രാഞ്ചുകളുണ്ട്. അനേകായിരങ്ങൾ മാസശമ്പളം വാങ്ങുന്ന ഒരു സ്ഥാപനമാണത്. ആരാണ് ഉയർത്തിയത്? ജീവനുള്ള ദൈവം. ചെങ്കടൽ വിഭാഗിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാനാണ് അത് പറഞ്ഞത്. ഞാൻ ആ സ്ഥാപനത്തിൽ എൻ്റെ സഹോദരനോട് ചേർന്ന് അവിടെ വർക്ക് ചെയ്യുകയാണ്, ജോലി ചെയ്യുകയാണ്. സ്തോത്രം. ആ ജോലിയോടനുബന്ധിച്ച് 1-ാം സ്ഥാനം കർത്താവിന് വേലയ്ക്ക് കൊടുത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുകയാണ്. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നടത്തുന്നുണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11 മണി വരെ ശുശ്രൂഷയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ അവിടെ ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാ ആഴ്ചയിലെയും 2-ാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച 6 മണി വരെ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൾ നൈറ്റ് പ്രെയർ അവിടെയുണ്ട്, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എല്ലാ 1-ാമത്തെ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ ലേഡീസ് മീറ്റിംഗ് അവിടെയുണ്ട്, റേഡിയൻ വിമൻ മീറ്റിംഗ്. എല്ലാ 3-ാമത്തെ ശനിയാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ അവിടെ യൗവനക്കാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ഉണ്ട്. ബീക്കൺ യൂത്ത് എന്ന യൗവനക്കാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് അവിടെയുണ്ട്. കർത്താവിന് സ്തോത്രം. അവിടെ 35 വയസ്സിന് പ്രായം മുകളിലേക്കുള്ളതായ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായ പൈനിയർ ഫെലോഷിപ്പുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന ഗ്ലിറ്ററിങ് കിഡ്സ് എന്ന ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി അവിടെ നടക്കുന്നുണ്ട്, കുട്ടികൾക്കുള്ള ബൈബിൾ ക്ലാസ്. പ്രിയപ്പെട്ടവരെ, ഈ മാസം ഏപ്രിൽ മാസം 29, 30, മെയ് 1 തീയതികളിൽ അവിടെ കുട്ടികൾക്കുള്ള VBS ഉണ്ട്. VBS ഒരുപക്ഷെ നിങ്ങൾ വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ നിന്നായിരിക്കും കേട്ടിരിക്കുന്നതെങ്കിലും കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോട് ചേർന്ന് വിഷൻ ബിൽഡിംഗ് സ്കൂൾ ഏത് ജാതി മത വർണ്ണ വർഗത്തിൽപ്പെട്ടവർക്കും കടന്നു വന്ന് സംബന്ധിക്കാവുന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കും വരാം. അവിടെ രജിസ്റ്റർ ചെയ്യണമെന്നേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഫോമുണ്ട്. ദൈവനാമത്തിൽപ്പെട്ടെ മെയ് മാസം 2-ാം തീയതി ഞങ്ങൾ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് ഒരു യൂത്ത് കോൺഫറൻസ് നടക്കുന്നുണ്ട്, രാവിലെ 9 മണി മുതൽ. ഇതിലെല്ലാം ആർക്കും പങ്കെടുക്കാം, ഇന്നവരാകണമെന്നില്ല. ഇവിടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തവരാകണമെന്നൊന്നുമില്ല, ആർക്കും വരാം. എല്ലാ മാസത്തിലെയും 4-ാം ശനിയാഴ്ച ഡെലിവറൻസ് മീറ്റിംഗ് രാവിലെ 9 മണി മുതൽ 1 മണി വരെ നടക്കുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ശക്തമായി ദൈവത്തിന് വചനം പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ആരെങ്കിലും വന്ന് കടന്നു വരും, നിങ്ങൾക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിതെല്ലാം ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, സ്വർഗത്തിൽ അനേകരെത്തണം, സ്വർഗം നിറയണം, നരകം ശൂന്യമാകണം. ഇന്ന് രക്ഷിക്കപ്പെടാത്ത അനേക കാര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. അവരെല്ലാം രക്ഷിക്കപ്പെടണം, അവരെല്ലാം യേശുവിനെ മുറുകെ പിടിക്കണം, അവരെല്ലാം യേശുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കണം. അങ്ങനെ യേശുവുള്ളവരായി ജീവിക്കണം. സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവിയിലേക്ക് കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാൻ എൻ്റെ വാക്ക് നിർത്താം. ഞാൻ ഇന്നും പറഞ്ഞു വന്നപ്പോൾ ചെങ്കടൽ വിഭാഗിച്ചത് എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാൻ പറ്റിയില്ല. അടുത്ത മെസ്സേജിൽ പറയാം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ള കർത്താവ് തരുന്നുണ്ടെന്നാണ് എൻ്റെ ഉറപ്പ്, എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആലോചിച്ചല്ല ഈ മെസ്സേജ് ഒന്നും കൺട്രോൾ ചെയ്യുന്നത്. ബുദ്ധി മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധാത്മാവെ എന്നെ കൺട്രോൾ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പലരെയും കർത്താവ് തൊടും. ഈ വചനം നിങ്ങളെ തൊടും, ഈ സാക്ഷ്യം നിങ്ങളെ തൊടും. നിങ്ങളുടെ ജീവിതം മാറ്റുമെന്നുള്ള പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് പാകിത്തരും, നിങ്ങളുടെ ഹൃദയത്തിൽ അടിവരയിട്ട് തരും. എൻ്റെ ജീവിതം മാറും, എൻ്റെ കടം മാറും, എൻ്റെ രോഗം മാറും, എൻ്റെ പ്രതിസന്ധി മാറും, എൻ്റെ കുഞ്ഞുങ്ങൾ മാറും, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറും, എൻ്റെ ജീവിതത്തിലെ നിരാശ മാറും, എൻ്റെ ആത്മഹത്യാ പ്രവണത മാറുമെന്നുള്ള ദൈവികമായ പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് പകർന്നു തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജീവിതം മാറ്റിയ യേശുവിനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എല്ലാവരും യേശുവിനെ മുറുകെ പിടിക്കണം, എല്ലാവരും സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കണം, എല്ലാവരും നിത്യജീവൻ്റെ അവകാശികളായി തീരണം, എല്ലാവരും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നവരാക്കി ആ നിലവാരത്തിലേക്ക് എല്ലാവരും ഉയരണം. അതാണ് എൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഞാനും ഒരു ദൈവദാസൻ എന്ന നിലയിൽ യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കർത്താവിനെ ആരാധിക്കണം. മറ്റൊരു ലക്ഷ്യവുമില്ല പ്രിയരെ. ഞാൻ ഹൃദയം തുറന്നാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഓരോരുത്തരും, ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണം. മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച. അത് കർത്താവ് കാണുന്നല്ലോ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടോ? തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.